മോള്. എന്താ മാഡം, മാഡം നല്ല സന്തോഷത്തിലാണല്ലോ. കുറെ നാളുകൾക്ക് ശേഷമാ മാഡത്തിനെ ഞാൻ ഇങ്ങനെ ചിരിച്ചു കാണുന്നത്. നമ്മൾ മനസ്സിലുണ്ടാക്കിയ ഒരു പ്ലാൻ, കൃത്യമായ ലക്ഷ്യം കാണുമ്പോഴുണ്ടാകുന്ന ഹാപ്പിനെസ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. വൈകാതെ കൈലാഷ് പാർവതിയെ വെറുക്കാൻ തുടങ്ങും. അതിനുവേണ്ടി കരുണാകരൻ ഒരു ഹെൽപ്പ് ചെയ്യണം. എന്ത് വേണമെന്ന് മാഡം പറഞ്ഞാ മതി. ആ പാർവതി അവളുടെ ഗന്ധർവന്റെ സാധനങ്ങളെല്ലാം ഒരു ബാഗിൽ സൂക്ഷിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. അത് ഇവിടെ എവിടെയോ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അത് പാർവതി അറിയാതെ എടുത്തോണ്ട് പോയി കത്തിച്ചു കളയണം. അത് കത്തി നശിക്കുമ്പോ അവള് കരയുന്നത് കാണാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ അവളെങ്ങാനും കൈലാഷ് സാറിനോട് പരാതി പറഞ്ഞ അത് പ്രശ്നമാവില്ല. അത് കത്തിക്കാൻ പറഞ്ഞത് ഈ പറഞ്ഞ കൈലാഷ് തന്നെ. കൈലാഷ് സാറോ? ഈ ഒരു കാര്യത്തിന് കൈലാഷ് ഹെൽപ്പ് ചോദിക്കുമ്പോ ഞാൻ എങ്ങനെ ചെയ്യില്ല എന്ന് പറയും? പാറുവിനെ ഇത്രയും വിഷമിപ്പിക്കുന്ന ഒരു കാര്യം ചെയ്യാൻ കൈലാഷ് സാർ എങ്ങനെ സമ്മതിച്ചു മാഡം? കൈലാഷിനെ ഇങ്ങനെയൊക്കെ ചിന്തിപ്പിക്കാൻ വേണ്ടിയല്ലേ പ്രിയനാണ് ഗന്ധർവനെന്ന് ഞാൻ കൈലാഷിനെ തെറ്റിദ്ധരിപ്പിച്ചത്. ഇപ്പൊ പാർവതിയെ വിഷമിപ്പിച്ചിട്ടായാലും ഗന്ധർവന്റെ ഓർമ്മകളെല്ലാം നശിപ്പിക്കണമെന്ന് മാത്രമേ കൈലാഷിനുള്ളൂ. അതൊക്കെ ഓക്കെ മാഡം. പക്ഷേ കൈലാഷ് സാറ് പറയുന്നത് കേട്ട് ആ ബാഗ് കത്തിച്ചുകൊണ്ട് വലിയ പ്രയോജനം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രിയൻ എന്തായാലും നാട് വിട്ടു പോവാണ്. കൈലാഷ് സാറ് അവനാണ് ഗന്ധർവൻ എന്നും പറഞ്ഞ് വിശ്വസിച്ചിരിക്കുക. അപ്പൊ പിന്നെ പ്രിയം പോയാ സാറിന്റെ മുമ്പിലുള്ള ഒരേ ഒരു തടസ്സം മാറി കിട്ടുമല്ലോ. അദ്ദേഹം എളുപ്പത്തിൽ പറഞ്ഞു വളച്ചെടുക്കില്ലേ? ഓ, നിങ്ങൾക്ക് എപ്പോഴും ഇങ്ങനെ നെഗറ്റീവായിട്ട് സംസാരിക്കാൻ മാത്രമേ പറ്റൂ. ഞാൻ എത്ര ഹാപ്പി ആയിട്ടിരുന്നതാ. തന്റെ വാ തുറന്നതും എന്റെ എല്ലാ ഹാപ്പിനെസ്സും പോയി. ഞാനൊരു സംശയം ചോദിച്ചെന്നല്ലേ ഉള്ളൂ മാഡം. ശരിക്കുള്ള ഗന്ധർവൻ പ്രിയനാണോ? അല്ലല്ലോ. എന്നിട്ടും കൈലാഷിനെ ഞാനത് വിശ്വസിപ്പിച്ചില്ലേ? പ്രിയനെ കൈലാഷ് വെറുക്കുന്നത് പോലെ തന്നെ പാർവതിയെയും വെറുക്കും. അതിനെന്താ വേണ്ടതെന്ന് എനിക്കറിയാം. നിങ്ങൾ നോക്കിക്കോ, അധികം വൈകാതെ പാർവതിയെ കൈലാഷ് തന്നെ കഴുത്തിന് പിടിച്ച് ഈ കമ്പനിക്ക് പുറത്താക്കും. നിങ്ങൾ ഭാരിച്ച ചോദ്യങ്ങളൊന്നും ചോദിക്കാതെ പറയുന്നതങ്ങ് ചെയ്താൽ മതി. ആ പാറു കരയുന്നത് കാണാൻ എനിക്ക് സന്തോഷമുള്ളൂ. മാഡം ആഗ്രഹിച്ചതുപോലെ അവള് നാണം കെട്ട് ഈ കമ്പനിയിൽ നിന്ന് പോണം. അതിനുവേണ്ടി എന്ത് സഹായം വേണമെങ്കിലും ഞാൻ മാഡത്തിന് ചെയ്തു തരും. ഇപ്പൊ അവളുടെ ബാഗ് കത്തിക്കണം, അത്രയല്ലേ ഉള്ളൂ. ഞാൻ ഏറ്റു. സ്റ്റോപ്പ് ദേർ കരുണാകരൻ. എന്താ മാഡം? ബഹളം ഒന്നും ഉണ്ടാക്കരുത്. ആരുടെയും കണ്ണിൽ പെടാതെ വേണം ആ ബാഗ് എടുക്കാൻ. ശരി മാഡം. എന്താ എന്താ ഏട്ടാ, എനിക്ക് ബസ് വരാനുള്ള സമയമായി. എന്തിനാ ഇവിടെ വണ്ടി നിർത്തിയത്? മോനെ, നിന്റെ അടുത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടിയാ വണ്ടി നിർത്തിയത്. പാറു നിന്റെ പേരെന്താന്ന് പോലും അറിയാതെ കരഞ്ഞോണ്ട് നിന്നെ തേടി നടക്കുവാണ്. നീയല്ലേ പറഞ്ഞത് അവള് വേറൊരു കല്യാണം കഴിക്കാൻ പോവുകയാണെന്ന്? അതൊക്കെ നിന്റെ തെറ്റിദ്ധാരണയാണ്. അവള് നിന്നെ മാത്രം മനസ്സിൽ കൊണ്ട് നടക്കുക. അത് മനസ്സിലാക്കാതെ എന്തിനാ മോനെ അവളെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്? അവളിൽ നിന്ന് മോൻ ഓടി വിളിക്കുന്ന എന്തിനാണെന്ന് അറിയില്ല. അവളെപ്പോലൊരു ഭാര്യയെ കിട്ടാൻ മോൻ പുണ്യം ചെയ്യണം. ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാ, മോൻ അവളോട് മനസ്സ് തുറക്കണം. എന്നിട്ട് അവളെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കണം. ഉപദേശിച്ചു കഴിഞ്ഞോ? ഇനി എന്നെ പറ്റി പാറുവിനോടോ അവളെക്കുറിച്ച് എന്നോടോ ചേട്ടൻ മിണ്ടി പോരുത്. എന്താ മോനെ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കണത്? അതിനൊക്കെ പല കാരണങ്ങളുണ്ടാവും. അതൊന്നും എനിക്ക് ചേട്ടനെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. ഞാനാണ് ഗന്ധർവനെന്ന് പാറു അറിയാതിരിക്കുന്നത് അവൾക്ക് നല്ലത്. അവളുടെ സന്തോഷം എനിക്ക് ഏറ്റവും വലുത്. മോനില്ലാതെ അവൾ എങ്ങനെ സന്തോഷത്തോടെ ജീവിക്കുന്ന കരുതുന്നത്? എനിക്ക് ചേട്ടനോട് തർക്കിക്കാൻ സമയമില്ല. ഞാൻ വേറെ ഓട്ടോ പിടിച്ചോളാം. വേണ്ട മോനെ, നീ ആ കുട്ടിക്ക് വേണ്ടി എന്തുമാത്രം ബുദ്ധിമുട്ടിട്ടുണ്ടെന്ന് ഞാൻ കണ്ടിട്ടുള്ളതാണ്.
ആ ഒരു വിഷമത്തില് അറിയാതെ പറഞ്ഞു പോയതാ. ഞാൻ പറയണത് കേൾക്കണോ വേണ്ടെന്ന് മോൻ തന്നെയാ തീരുമാനിക്കുന്നത്. ഞാൻ വെറും ഒരു ഓട്ടോക്കാരനല്ലേ. മോനെ എത്തേണ്ടടുത്ത് ഞാൻ എത്തിക്കും. പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, നീ എവിടെ പോയി ഒളിച്ചാലും പാറു നിന്നെ കണ്ടുപിടിക്കും. കാരണം അവൾ ആത്മാർത്ഥമായിട്ടാണ് നിന്നെ സ്നേഹിക്കുന്നത്.